ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിൻസി റിജു. ഞാൻ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 11/11/2022 അതിനു മുമ്പേ 2016 തുടങ്ങി അപ്പച്ചൻ ഉടമ്പടിയിലായിരുന്നു. എൻ്റെ വിവാഹം നടക്കുന്നത് 2019 സെപ്റ്റംബർ 28 2 വർഷങ്ങൾക്ക് ശേഷമാണ് മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് ഈ 2 കുഞ്ഞുമക്കളെ മാതാവ് ദാനമായി തന്നത്. എൻ്റെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 4-ാം മാസത്തിൽ ബ്ലീഡിങ് വന്ന് അബോർഷനാവുമെന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർ സ്റ്റിച്ച് ഇട്ടു. പിന്നെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം കൊറോണയുടെ സമയമായിരുന്നു. അതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് കൊറോണ കിട്ടി. വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിക്കും കൊറോണ അതിനോടൊപ്പം വന്നു. ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടിയാണ് മുന്നോട്ട് പോയിരുന്നത്. 32 ആഴ്ചയായപ്പോഴേക്കും ഡേറ്റ് പറഞ്ഞ സമയത്തിന് മുൻപ് ഞാൻ ഡെലിവറി ആയി. അതും പെട്ടെന്ന് ബ്ലീഡിങ് വന്ന് അങ്ങനെയായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ ഒരു നോർമൽ ഡെലിവറിയിലൂടെ ഈ 2 കുഞ്ഞുമക്കളെയും ഞങ്ങൾക്ക് ദാനമായി നൽകി. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ മൂത്ത കുഞ്ഞാണ് ആൺകുട്ടി റോബിൻ റിജു. അവൻ ജനിച്ച് ഇരട്ട കുട്ടികൾ. അവൻ ജനിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു തലയുടെ ഒരു സൈഡ് ഒട്ടിയാണ് ഇരുന്നിരുന്നത്. അതായത് ഒരു സൈഡ് നന്നായി വീർത്തും മറ്റേ സൈഡ് കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് നല്ല നന്നായിട്ട് നമുക്ക് തോന്നുമ്പോൾ തന്നെ ഒരു അബ്നോർമാലിറ്റി കാണുമായിരുന്നു. ഒരു ചെവിക്കും കവളിനും അങ്ങനെ തന്നെയായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ കൊറോണയുടെ സമയമായ കാരണം കൊണ്ട് നമുക്കിവിടെ വരാനോ പള്ളിയിൽ പോകാനോ ഒന്നും പറ്റാത്ത സമയമായിരുന്നു. പക്ഷേ അമ്മച്ചിയുടെ പരിപൂർണമായൊരു വിശ്വാസം കൊണ്ട്, മാതാവിലുള്ളൊരു വിശ്വാസം കൊണ്ട് വിശുദ്ധ തൈലം എന്നും എൻ്റെ മോൻ്റെ തലയിലും നെറ്റിയിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചത് കുളിപ്പിക്കുമ്പോഴൊക്കെ നന്നായി ഒഴിഞ്ഞ് ഇട്ടതിൻ്റെ ഫലമായി അവനെ യാതൊരു കുഴപ്പവും കൂടാതെ മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ആ മകനാണ് ഇപ്പോൾ അപ്പച്ചൻ്റെ കയ്യിലിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പോലും ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ പറയില്ല. ആ ഒരു വിധത്തിൽ മാതാവ് ഞങ്ങൾക്കത് ശരിയാക്കി തന്നു. പിന്നെ 1.5 വയസ്സുള്ളപ്പോൾ അവന് പെട്ടെന്നൊരു പനി വരികയും 2 ദിവസം അവിടെ ചാലക്കുടി തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളവിടെ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിച്ചത്, അവൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു തടിപ്പ് പോലെ, ഒരു വെള്ളം കെട്ടി നിൽക്കണ പോലെ എനിക്ക് തോന്നി. ഞാൻ അപ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അത് ഹെർണിയാണ്, അത് ഒരാഴ്ച കഴിഞ്ഞ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി വേണ്ട, കുട്ടികളുടെ ഡോക്ടർ ഒന്നും കൂടി കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കാണിച്ചു അന്ന് തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ഭയങ്കര പെയിനാണ്, നിങ്ങളോട് വെച്ചുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ വേറെ എവിടേക്കും എനിക്ക് വേഗം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഇതുപോലെ അമ്മച്ചി അവിടെ ഓടിയെത്തി. അമ്മ വന്നപ്പോഴേക്കും കൊച്ചിൻ്റെ സ്ഥിതി ആകെ വഷളായിരുന്നു. അവൻ ആകെ അബോധാവസ്ഥയിലായിരുന്നു. പനി കൂടി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു അവൻ. ഞാൻ വേറൊന്നും മനസ്സിൽ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ, നീ തന്നെ ഞങ്ങളുടെ മുമ്പോട്ട് പോകണം, ഞങ്ങൾക്ക് എന്തിട്ടൊരു വഴി കാണിക്കണം, എങ്ങനെയാണ് ഞങ്ങൾ പോകേണ്ടതെന്നോ എവിടേക്ക് പോകേണ്ടതെന്നോ ഞങ്ങൾക്കറിയില്ല. എൻ്റെ ചേട്ടനാണെങ്കിൽ ഇവിടെ ഇല്ല, ആൾ പുറത്താണ്. ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി ഉണ്ടായിരുന്നു, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് രാജഗിരിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പോന്നു. അവിടെ എത്തിപ്പോഴാണ് അറിയുന്നത് ഡോക്ടർ അവിടെ ഇല്ല, കുട്ടികളുടെ ഡോക്ടർ അവിടെ ഇല്ല. പിന്നെ നേരെ ലക്ഷോറിലേക്ക് പോന്നു. അവിടെ ചെന്ന് കാഷ്വാലിറ്റിയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 1/2 മണിക്കൂറിനുള്ളിൽ കൊച്ചിന് ഓപ്പറേഷൻ ചെയ്യണം, അവൻ്റെ സ്ഥിതി ഇച്ചിരി മോശം കണ്ടീഷനാണ് കാണണേന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് മരുന്ന് കൊടുക്കാണ്ട് അവനെ മയക്കാനോ സ്കാൻ ചെയ്യാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഡോക്ടർ ഇവൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയണം എന്നൊരു രീതിയിലാണ് പറഞ്ഞത്. ഞാനും അപ്പച്ചനും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഒരു കുഴപ്പം കൂടാതെ നീ എനിക്ക് തിരിച്ചു തന്നു. എന്നിട്ട് ഈ ഒരവസ്ഥയിൽ അവന് ജീവിതത്തിൽ വേണ്ട ഒരു സംഭവമാണിത്, അതിൻ്റെ ഒരു ഭാഗം എടുത്ത് കളയായി കുഞ്ഞിലെ എന്ന് പറയുമ്പോൾ അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് അപ്പം തന്നെ കുരിശ് വരച്ച് മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം മാത്രമാണ് അവർക്കൊരു മരുന്ന് എൻ്റെ മോൻ്റെ ശരീരത്തിലേക്ക് കയറ്റാനോ
കൊടുക്കാനും അവർക്ക് സാധിച്ചത്. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടക്കായിരുന്നു അത്ര നേരം. തൈലെടുത്ത് കൊടുത്തതിന് ശേഷമാണ് നഴ്സുമാർക്ക് അവന് മയക്കാനുള്ള മരുന്ന് കൊടുക്കാൻ സാധിച്ചത്. സ്കാനിങ്ങിന് കൊണ്ടുപോയി അവർ ഇതുപോലെ തന്നെയാണ് റിസൾട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും സ്കാനിങ്ങിന് കൊണ്ടുപോയി. ഇതുപോലെ തന്നെയാണ് ഏകദേശം പറഞ്ഞത്. ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. അപ്പോഴേക്കും അടുത്ത കൊച്ചിന് പനി വന്നു, കഫക്കെട്ടും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളായി അവളെയും അവിടെ അഡ്മിറ്റാക്കി. മൂന്നാമത്തെ ദിവസം മെയിനായിട്ടുള്ള ഡോക്ടർ വിളിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇത് എന്തോ വലിയ അത്ഭുതം നടന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം കൊച്ചിന് വേറെ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവും അവിടെ കാണുവാനില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച മാതാവ് നിങ്ങൾ പ്രാർത്ഥിച്ചത് ആരുടെ അടുത്താണോ ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ടെന്ന്. ഞാൻ റൂമിലേക്ക് ഈ സന്തോഷ വാർത്തയും കൊണ്ടുവരുമ്പോൾ ഞാൻ കാണുന്നത് 2 ഡോക്ടർമാരും 3-5 നഴ്സുമാരും അവിടെ നിൽക്കുന്നതാണ്. വന്ന് ഞാൻ വിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയായിരുന്നു, ഞങ്ങൾ തന്നെ ഭയപ്പെട്ടു പോയിരുന്നു ഈ കൊച്ചിൻ്റെ ഒരു കാര്യത്തിൽ. 1.5 വയസ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ 1.5 വയസ്സുള്ള കൊച്ച് എങ്ങനെയായിരിക്കും നടക്കുക, ഓടി ഒരു സ്ഥലത്ത് തുടങ്ങി ഒതുങ്ങിയിരിക്കില്ല, മുട്ടിത്തിഴഞ്ഞ് നടക്കുന്ന സമയം. ഇതൊക്കെ ഈ കുട്ടീനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അടങ്ങി ഒതുങ്ങിയിരിക്കുക ഒന്നും അറിയില്ല, എന്തോരം സക്സസ് ആവുന്നൊന്നും അറിയില്ല. അവർ തന്നെ ഭയപ്പെട്ടു പോയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞു വേറൊന്നുമല്ല ഉണ്ടായത്. ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നത് ഞാൻ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് അവന് കുരിശ് വരച്ച് മാതാവിന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ മക്കളെ മാതാവ് ഈശോയിലൂടെ എനിക്ക് തന്നതാണ് എന്നുള്ളത്. അപ്പം ആ മാതാവ് തന്നെ വഴി നടത്തും എന്നുള്ള പരിപൂർണമായ വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. അതുവഴിയായി മാതാവ് നൽകിയ അനുഗ്രഹം വഴിയായിട്ടും അവിടെ നിന്ന് 2-3 സിസ്റ്റേഴ്സ്, അതായത് നഴ്സുമാർ ഇവിടെ വരാനും മാതാവിൻ്റെ ഉടമ്പടി എടുക്കുവാനും അവർക്ക് സാധിച്ചു എന്ന് എന്നെ പിന്നീട് വിളിച്ച് പറയുകയുണ്ടായി. പിന്നെ ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ ഒരു പ്രാവശ്യം വന്നതായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ സാക്ഷ്യം പറയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മോനിങ്ങനെ സംസാരിക്കാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്ന്. അപ്പോൾ പറഞ്ഞു അവൻ വർത്താനം നന്നായിട്ട് പറയും, അപ്പോൾ നിങ്ങൾ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം വീണ്ടും ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇപ്പോൾ അവൻ നന്നായിട്ട് വർത്താനം പറയുന്നുണ്ട്. വേറെ ഇതുപോലെ തന്നെ ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പും തേനും വിശുദ്ധ തൈലവും ഉപയോഗിച്ച് ആണ് അവന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നായിരുന്നത്. അങ്ങനെയാണ് അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അത് വീട്ടിലെല്ലാവർക്കും അറിയാം. സംസാരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു സൗണ്ട് മാത്രമാണ് അവന് പുറത്തേക്ക് വരണ്ടുണ്ടായിരുന്നുള്ളൂ, വേറെ അക്ഷരങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. നേരെ ഓപ്പോസിറ്റായിരുന്നു മോള്. അവൾ നന്നായിട്ട് വർത്താനം പറയായിരുന്നു. ഇപ്പോൾ അവളെക്കാളും നന്നായിട്ട് വർത്താനം പറയുന്നത് മോനാണ്. ഈശോയ്ക്കും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളുടെ സാക്ഷ്യം പറയുവാനായിട്ട് വൈകിയതിന് ഒരുപാട് മാപ്പ് ചോദിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്നാൽ സാധിക്കുന്ന വിധം മറ്റു പലരെയും ഞാൻ സഹായിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 30 രൂപയാണെന്നുണ്ടെങ്കിൽ എന്നാലാകുന്നത് അവർക്ക് ഞാൻ കൊടുത്ത് അവർക്ക് സഹായിക്കും. പിന്നെ ഇടയ്ക്ക് ഭക്ഷണം വെച്ച് ഞാൻ കൊണ്ടു കൊടുക്കുവാറുണ്ട്. പിന്നെ രോഗികൾക്കായാലും ഇടയ്ക്ക് അവർക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് പൈസ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ 3 മണിക്ക് പലപ്പോഴും 3 മണിയാകുമ്പോൾ കണ്ണുറക്കും, അപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും പ്രാർത്ഥിക്കുന്നത് ചേട്ടന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാനായിട്ടും ഭയങ്കര ദേഷ്യപ്രകൃതി ഉണ്ടായിരുന്നു. പക്ഷെ ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറവുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് അവരോട് കാണിച്ച് എന്നിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടാണ്ട് ഒഴിഞ്ഞു മാറി പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും സാധിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താറുണ്ട്. ഈശോയും തിരുക്കുമാരനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 17:8 കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. തൻ്റെ 2 മക്കളും തനിക്ക് ലഭിച്ചതും പിന്നീട് ആ മക്കൾക്ക് എങ്ങനെയായിരുന്നു മുമ്പോട്ടുള്ള ഓരോ ദിവസങ്ങൾ
പ്രത്യേകിച്ചും മകൻ്റെ രോഗസൗഖ്യം, മകനൊരു ഓപ്പറേഷനൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഓപ്പറേഷനേ വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്, മകൻ സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് നാം ഇവിടെ കേട്ടത്. അങ്ങനെ നാം കേട്ട തിരുവചനം പോലെ സങ്കീർത്തകൻ പറയുന്നു, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ സംരക്ഷിക്കണമേ എന്ന് ഉടമ്പടിയെടുത്ത്, ഉടമ്പടി ജീവിതത്തിൽ താനും ഉടമ്പടിയെടുത്തു. തൻ്റെ മാതാപിതാക്കൾ ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവിതം നയിക്കുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് തങ്ങൾക്ക് ലഭിച്ച കൃപകൾക്ക് ഓരോ മക്കളും നന്ദി അർപ്പിക്കുകയാണ്. ഇനിയും നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്ദി പറയുവാൻ മടിക്കരുത്, വൈകരുത്. അതെത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് നാം ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്നാണ് തിരുവചനം അരുളി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കൃതജ്ഞത പറയുവാനായിട്ട് താമസം വരരുത്. ഈ കുടുംബത്തെ സമർപ്പിച്ച് ഇവർക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും, അതുപോലെ തന്നെ കൃപാസന പത്രം അത് വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. അത് ഈ മകൾ ഇവിടെ ഏറ്റു പറഞ്ഞു. അതൊരിക്കലും അത് ചെയ്യരുത്. അത് കിട്ടുന്ന അതേ സ്പീഡിൽ തന്നെയാണ് നാം അത് കൊടുക്കേണ്ടത്. അത് കൊടുക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എത്രമാത്രം പകരാനൊരു ഉത്സാഹമുണ്ട്. പരിശുദ്ധ അമ്മ അടങ്ങി ഒതുങ്ങിയിരുന്ന വ്യക്തിയല്ല. അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും തൻ്റെ ഇളയമ്മയെ കാണുവാനായിട്ടും ശുശ്രൂഷിക്കുവാനായിട്ടും മലം പ്രദേശത്തേക്ക് തിടുക്കത്തിലാണ് യാത്ര ചെയ്യുക. അപ്പോൾ അമ്മയുടെ പുത്രൻ്റെ തിരുവചനങ്ങൾ അടങ്ങിയ പത്രം, ആ പത്രം കൊടുക്കുന്നതിന് നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടല്ല നാം സമയമെടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ അത് കൂടെ പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃപാസന പത്രം അത് നാം വാങ്ങിച്ചിട്ട് അത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് അത് കൊടുക്കുകയും ഈശോയെ പങ്കുവെക്കുകയും ചെയ്യുന്നവരാണ് നാം ആകേണ്ടത്. ഈ ഒരു തിടുക്കം അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ ഒരു തിടുക്കത്തിലൂടെ നാം ഈശോയെ പകരുന്നവരാകുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അമ്മയും തിടുക്കം കാട്ടും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.